തേച്ച് വെച്ചിട്ടില്ല, കാണുമ്പോഴേ അറിയാമല്ലോ. അപ്പോൾ ഈ ഒരു ഹെയർ നമുക്ക് നല്ല സ്മൂത്തി ആയിട്ടുള്ള ഹെയറാക്കി എങ്ങനെ മാറ്റാൻ നമുക്ക് നോക്കട്ടെ. അപ്പോൾ നമുക്ക് കറക്റ്റ് ഷൈനിങ് കാണണമെങ്കിൽ ഞാനിത് നല്ല പോലെ എൻ്റെ മുടി ഉണക്കിക്കൊണ്ട് വന്നാലേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ തന്നെ നോക്കിയാൽ നല്ല നീളത്തിലാണ് കിടന്നത്, കുറച്ച് മുമ്പ് ഒരു ചുണ്ട് പോലെ കിടന്ന മുടി. ഹായ് ഗൈസ്, ഇത്രയും നാളായിട്ട് എനിക്ക് ഒരൊറ്റ ഹെയറിൻ്റെ വീഡിയോ പോലും ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിരാവിലെ അല്ല 10 മണിക്കാണെങ്കിൽ എണീക്കുന്ന സമയത്തെ കുളിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ആ വീഡിയോ എടുക്കാനായിട്ടൊന്നും പറ്റിയിരുന്നില്ല. പക്ഷേ ഈ ഒരു കർക്കിടകം തൊട്ടിട്ട് എനിക്ക് കൈക്കും കാലിലൊക്കെ അത്യാവശ്യം നല്ല രീതിക്കുള്ള പെയിനും കാര്യങ്ങളൊക്കെയാണ്. രാവിലെ എണീക്കുമ്പോൾ കുളിക്കാനേ പറ്റില്ല. ഒരു ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിക്ക് ശേഷമുള്ള കുളികളാണ് ഇപ്പോൾ നടക്കണം മൊത്തം. അപ്പോൾ ഞാനിത് വിചാരിച്ചു ഒരു ചെറിയൊരു ഹെയറിൻ്റെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഹെയറിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് നമ്മുടെ നോർമലായിട്ടുള്ള ഹെയർ ഷാമ്പൂ ഒക്കെ ഇടുമ്പോൾ നല്ല സിൽക്കി ആയിട്ട് കിടക്കുന്ന പോലെ നമ്മുടെ ആടുകളിലൊക്കെ കാണുന്ന അവരുടെ സിൽക്കി ഹെയർ കിട്ടുന്ന എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ നോർമൽ ഹെയർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഷാമ്പൂ ഇട്ടാലും ഒരു സിൽക്കി സ്മൂത്തി ആയിട്ട് നമുക്ക് കിട്ടാറില്ല. കൂടുതലും സ്ട്രെയിറ്റോ സ്മൂത്തനിങ്ങോ ഒക്കെ ചെയ്താലേ നമുക്ക് ആ ഒരു രീതിയിൽ കിട്ടാറുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നല്ല സിൽക്കി സ്മൂത്തി ആയിട്ട് നമ്മുടെ ഹെയർ സെറ്റ് ആക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻ്റ്ലി എൻ്റെ മുടി ഞാൻ എണ്ണ വെച്ചിരിക്കുകയാണ് കേട്ടോ. എണ്ണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തലയോട്ടിയിലൊക്കെ എണ്ണ തേച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കർക്കിടകമൊക്കെ ആണല്ലോ, അതുമല്ലെങ്കിൽ അത്യാവശ്യം മുടിയൊക്കെ എൻ്റെ മരുന്നൊക്കെ തേച്ചാൽ മുടിയൊക്കെ അത്യാവശ്യം ലോസായി പോയി. പിന്നെ എനിക്ക് മുടിയുടെ വോളിയം കുറവാണ് കേസ്. എൻ്റെ മുടി ഇപ്പോൾ എനിക്ക് കുഞ്ഞു മുടികൾ വളർന്നു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ച് ഓയിലും കാര്യങ്ങളൊക്കെ തേച്ച് നല്ലപോലെ മസാജ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. ഇപ്പോൾ ഒരു അരമണിക്കൂറോളായിട്ട് ഞാൻ മസാജ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ഹെയർ നിങ്ങൾ കാണുക, ഇതാണ് എൻ്റെ ഹെയർ. ഇവിടെ നമ്മൾ ഓയിൽ തേച്ച് വെച്ചിട്ടില്ല, കാണുമ്പോഴേ അറിയാമല്ലോ. അപ്പോൾ ഈ ഒരു ഹെയർ നമുക്ക് നല്ല സ്മൂത്തി ആയിട്ടുള്ള ഹെയറാക്കി എങ്ങനെ മാറ്റാൻ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെയർ നല്ല സ്മൂത്തി ഹെയർ ആയിട്ട് കിട്ടാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടതെന്ന് നമ്മുടെ ഹെയർ വാഷ് ചെയ്യണം അല്ലേ. അപ്പോൾ വാഷ് ചെയ്താൽ മാത്രമേ ഇത് സെറ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞാൽ കുറച്ച് പഞ്ചസാരയാണ് കേട്ടോ. പഞ്ചസാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു 1.5 ടീസ്പൂണോളം പഞ്ചസാര. എനിക്ക് അത്യാവശ്യം ഹെയർ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം ഒരു 1.5 ടീസ്പൂണോളം പഞ്ചസാര എടുത്തിട്ടാണ് നോക്കിയുള്ളൂ കേട്ടോ. പരിപരിയായിട്ടുള്ള നമ്മുടെ പഞ്ചസാരയാണ് എടുത്തേക്കാൻ. അതിനകത്തോട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഷാമ്പൂ ഇടും. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലിനിക് പ്ലസിൻ്റെ ഈ ഒരു ഷാമ്പൂ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യണ ഏത് ഷാമ്പൂയും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഷാമ്പൂ കംപ്ലീറ്റ്ലി ഇതിനകത്തോട്ട് ഒഴിച്ചെടുക്കുകയാണ്. പണ്ട് നേരത്തെ ക്ലിനിക് പ്ലസിൻ്റെ ഷാമ്പൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലൂ കളറായിരുന്നു അല്ലേ. ഇപ്പോൾ വൈറ്റ് കളറായി. പക്ഷേ വൈറ്റ് കളർ ഷാമ്പൂവിന് ഭയങ്കര നല്ല അടിപൊളി സ്മെല്ലാണല്ലേ. അപ്പോൾ നമുക്ക് ഇത് ഇതിനകത്തായിട്ട് മൊത്തത്തിൽ ഒഴിച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞാൽ ഇതിനകത്തോട്ട് നമ്മൾ ഒഴിക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് ഓയിലാണോ ആ ഒരു ഓയിലിൻ്റെ 1-2 തുള്ളി മാത്രം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ വെള്ളമൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചേക്കാണ്. ഞാൻ ഇവിടെ ഈ വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ പഞ്ചസാര മുഴുവനും കൂടി അലിപ്പിച്ചിട്ട് ഒരു നല്ല പതയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വെള്ളം ഞാൻ നല്ല പതയാക്കിക്കൊണ്ട് വരാവേ ഗൈസ്. ഞാൻ ഇപ്പോൾ അത് മൊത്തം പതയാക്കിയത് ഈ ഒരു പരുവത്തിൽ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നമ്മുടെ തലയിൽ തേച്ച് കുളിക്കാം കേട്ടോ. അതായത് നമുക്ക് തലയിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം കേട്ടോ. ഹെയർ ലോസ് ആകും എന്നൊരു പേടിയൊന്നും വേണ്ട കേട്ടോ. ഹെയർ ലോസ് ആവത്തില്ല കേട്ടോ. ഇത് ഗൈസ് നമ്മുടെ തല ഇതേപോലെ നല്ല പോലെ നമുക്ക് പതപ്പിക്കണം കേട്ടോ. ഇതേപോലെ നല്ല പോലെ പതപ്പിച്ച് തല നന്നായിട്ട് പതപ്പിച്ച ശേഷം നമുക്കിത് നമ്മുടെ ഒരു നോർമൽ വാട്ടറിൽ നമ്മൾ കുളിക്കുന്ന കൂട്ടത്തിൽ വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്. കുളിക്കുന്ന കൂട്ടത്തിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് കുളിക്കാനായിട്ട് പോകണം കൊണ്ടാണ് ഇത് ചെയ്യണത്. അപ്പം നമ്മൾ നല്ല പോലെ പതപ്പിച്ച ശേഷം നമ്മളിനി ഒന്ന് നോർമൽ വാട്ടറിൽ കഴുകി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇത് കഴുകിക്കൊണ്ട് വരട്ടെ ഗൈസ്. ഇപ്പോൾ നമ്മൾ കുളി ഇനി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തലയൊക്കെ നനഞ്ഞ് തന്നെ ഇരിക്കുക. ഇതിന് നമുക്ക് നല്ല പോലെ ഉണക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിനി കുളി കഴിഞ്ഞ് ഇവിടെയൊക്കെ നല്ല മുടിയൊക്കെ നല്ല നനഞ്ഞിരിക്കുകയാണ്. ഞാൻ കുളി കഴിഞ്ഞ ഉടനെ എനിക്ക് പൗഡറൊക്കെ ഇട്ട് മേക്കപ്പ് ചെയ്യണം. സിമ്പിൾ നമ്മുടെ സാധാ പൗഡർ. അപ്പോൾ ഞാൻ ഈ മുടി എന്താണേലും ഒന്ന് നല്ല പോലെ ഉണക്കിക്കൊണ്ട് വരാം കേട്ടോ. ഉണക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഷൈനിങ് കാണാൻ പറ്റും. ഇപ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ. അപ്പോൾ അത് കറക്റ്റ് ഷൈനിങ് കാണണമെങ്കിൽ ഞാനിത് നല്ല പോലെ എൻ്റെ മുടി ഉണക്കിക്കൊണ്ട് വന്നാലേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ തന്നെ നോക്കിയാൽ നല്ല നീളത്തിലാണ് കിടക്കുന്നത്. കുറച്ച് മുമ്പ് ചുണ്ട് പോലെ കിടന്ന മുടിയാണല്ലേ. നല്ല സ്മൂത്തി ആയിട്ട് നീളത്തിലാണ് കിടക്കുന്നത്. ഞാനപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ആക്കി ഉണക്കിക്കൊണ്ട് വരാം കേട്ടോ. ഞാനിപ്പോൾ ഒരു മീഡിയം ടൈപ്പിൽ കുറച്ച് ഉണക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഡ്രൈയറൊന്നും ഇല്ല. അപ്പോൾ അത്യാവശ്യം ഉണക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. മുടിയുടെ ആ ഒരു സ്മൂത്തിങ് നോക്കിയാൽ നല്ല ഒരു മുടി ഇങ്ങനെ തൊടാതെ കിടക്കും. അത് കുറച്ചും കൂടി നല്ല പോലെ ഡ്രൈ ആയാലാണ് നമുക്ക് നല്ലൊരു സ്മൂത്തി ഫിനിഷിങ് കിട്ടത്തുള്ളൂ കേട്ടോ. ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി അത്രേ ഉള്ളൂ. ഇത് കണ്ടോ. എന്നാലും എല്ലാ ഒരു മുടിയുടെ ആ ഒരു സെറ്റപ്പ് നോക്കിയാൽ രസമുണ്ട് അല്ലേ കാണാനായിട്ട്.
ഇതേപോലെ സ്മൂത്തി ആയിട്ട് നമ്മുടെ ഹെയർ നല്ല സ്മൂത്തായിട്ട് അടിപൊളിയായിട്ട് കിടക്കൂട്ടോ. നിങ്ങൾ ജസ്റ്റ് ഇത് എല്ലാ ദിവസവും ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റില്ല കേട്ടോ. വീക്കിലി നമുക്ക് 2 വട്ടമൊക്കെയാണ് നമുക്കിത് ചെയ്യാവുള്ളൂ കേട്ടോ. മുടി നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സ്മൂത്തായിട്ട് കിടക്കൂട്ടോ. ഞാൻ പണ്ട് സ്കൂളിൽ കോളേജിലൊക്കെ പഠിച്ചിട്ടുന്ന സമയത്തൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നല്ല സ്മൂത്തി ഹെയറാണ് നിങ്ങൾ ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ ഷാമ്പു പതപ്പിച്ചിട്ട് നമ്മുടെ ഹെയർ വാഷ് ചെയ്യുക കേട്ടോ. നല്ല അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയർ സെറ്റാക്കി എടുക്കാനായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഹെയർ ഇവിടേക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ പറയാം കറക്റ്റായിട്ട് അത്രയും അങ്ങോട്ട് ഉണങ്ങിയിട്ടില്ല. ഒന്ന് ഡ്രൈ ആയിട്ട് വന്നതേ ഉള്ളൂ. നല്ലപോലെ ഡ്രൈ ആകുമ്പോൾ മിക്കവാറും വെട്ടം പോകും എല്ലാം പോകും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാനത് എത്ര പെട്ടെന്ന് ഓടി വന്നിട്ട് വീഡിയോ എടുക്കുന്നത്. നല്ല അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്മൂത്തി ഹെയർ കിട്ടും. 100% ഉറപ്പാണ്. നിങ്ങൾ എന്തായാലും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ജടയൊക്കെ കിട്ടിയത് എവിടെയൊക്കെ പോകുമ്പോൾ ജട കിട്ടിയൊക്കെ മുടിക്ക് ഇരിക്കുമല്ലോ, അല്ലെങ്കിൽ മുടി എന്തോ പോലെയൊക്കെ ഒരു എന്താ പറയുക കോഴിവാല് പോലെ ഇങ്ങനെ ഏതാണ്ടൊക്കെ പോലെ ഇരിക്കും. നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പോഴുള്ള കോലത്തിലൊന്നും അല്ല ഇരിക്കണം. പക്ഷേങ്കിൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 ദിവസത്തേക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മുടി കിടക്കൂട്ടോ. നിങ്ങൾ എന്തായാലും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു മാജിക് തന്നെയാണ് കേട്ടോ ഇത്. അത്രയ്ക്ക് സ്മൂത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ല സ്മൂത്തി ഹെയറായിട്ട് കിടക്കൂട്ടോ. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ ഏത് ഷാമ്പു ആണോ ഉപയോഗിക്കുന്നത് ആ ഷാമ്പൂവിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.